ചെയ്യുമ്പോൾ അതേപോലെ നീ തന്നെ വാരി അത് കയറ്റും. നീ തന്നെ വാരി കയറ്റാൻ ഭാഗമായി കൊല്ലത്ത് എക്സൈസ് വ്യാപകമായ മയക്കുമരുന്ന് കേസുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊല്ലം റേഞ്ച് ഇൻസ്പെക്ടർ പി ശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഇരവിപുരം ഭാഗത്ത് നിന്ന് 6400 ടൈഡോൾ ടാബ്ലറ്റുകൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ 20 നൈട്രോസെപ്പൻ ടാബ്ലറ്റുകളും കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇതൊരു മയക്കുമരുന്നായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് കൊല്ലം ജില്ലയിൽ ടൈഡോൾ ടാബ്ലറ്റ് വ്യാപകമായി ഉപയോഗിച്ച് വരുന്നതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ ഉണ്ട്. ഞങ്ങളുടെ ഹോട്ട്സ്പോട്ടുകളുണ്ട്. ആ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് കളക്ട് ചെയ്ത ഇൻഫർമേഷൻ്റെ ബേസിസിലാണ് ഇങ്ങനെ കേസുകൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ടാബ്ലറ്റ് ഒരു ദിവസം ഒരു ടാബ്ലറ്റിന് 300 രൂപ വരെ ഇവർ ഈടാക്കുന്നുണ്ട്. ഇത് ഹോൾസെയിലായിട്ട് 15 ലക്ഷവും അത് റീറ്റെയിലായിട്ട് 25 ലക്ഷം രൂപയാണ് ഈടാക്കുന്നത്. അങ്ങനെ ഈ അടുത്ത കാലത്തായിട്ട് വൻതോതിൽ ടൈഡോൾ ടാബ്ലറ്റുകൾ വ്യാപകമായി ഇവിടെ കച്ചവടം നടത്തുന്നതായിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ, ഞങ്ങളുടെ ഇൻ്റലിജൻസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഇത് വരുന്നതെന്നാണ് ആദ്യം മനസ്സിലാക്കിയത്. ഇത് ബോംബെയിൽ നിന്ന്, ഇതിൻ്റെ ഹോൾസെയിലായിട്ട് ബോംബെയിൽ നിന്ന് കൊണ്ടുവരികയും ഇതിൻ്റെ ഇടയിൽ ഇടനിലക്കാർ ഒരുപാട് പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എക്സൈസ് ഓപ്പറേഷൻ തണ്ടൻ്റെ ഭാഗമായി മയക്കുമരുന്നിനെതിരായിട്ട് വൻ വേട്ട തന്നെ നടത്തുന്നതായിരിക്കും. ഒരു വിൽപ്പനയുടെ രീതി എന്ന് പറയുന്നത് ഇവർ ഹോൾസെയിലായിട്ടും വിൽക്കുന്നുണ്ട്. ഇന്ന് പിടിച്ച പ്രതി എന്ന് പറയുന്നത് ഹോൾസെയിൽ ഡീലറുമാണ്, അതിൽ റീറ്റെയിൽ ഡീലറുമാണ്. അവർക്ക് ഒരു ദിവസം അവർ 300 രൂപയ്ക്ക് ഒരു ടാബ്ലറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു സ്ട്രിപ്പ് 3000 രൂപയ്ക്കും കൊടുക്കുന്നു. അവരുടെ ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഹോട്ട്സ്പോട്ടുകളിൽ വെച്ചാണ് അവർ രഹസ്യമായി കച്ചവടം നടത്തുന്നത്. പക്ഷേ എല്ലാ ഹോട്ട്സ്പോട്ടുകളും ഞങ്ങൾ ട്രേസ് ചെയ്തിട്ടുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഇടയിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇവർ യുവാക്കളുണ്ട്. എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും ഇവർ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻ അങ്ങനെ കൊടുക്കാൻ പാടില്ല. പക്ഷേ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ ഇത് വിൽക്കാൻ പാടുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പിടിച്ച ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നതല്ല, ഇത് ബോംബെയിൽ നിന്ന് വന്നതായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവിടെ നിയന്ത്രണമുള്ളതെന്നുള്ള കാര്യം നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ളതിന് നിയന്ത്രണമുണ്ട്. ഈ പിടിച്ച പ്രതി എന്ന് പറയുന്ന ഒരു ടിൻഡു സേവിയർ എന്ന് പറയുന്ന പ്രതിയാണ് പിടിച്ചിരിക്കുന്നത്. അവന് 35 വയസ്സേ ഉള്ളൂ. മയ്യനാട് സ്വദേശിയാണ്. ഇയാൾക്ക് കേസ് കൊടുത്തു, ഇത് ഈ ടാബ്ലറ്റ് കൊടുത്തു എന്ന് പറയുന്ന ആൾ ഇതിനു മുമ്പും കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. വരും ദിവസങ്ങളിൽ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് അയാളും കൂടെ ഇതിനകത്ത് പ്രതിയായി വരും. ഇയാളുടെ ജോലി ഇത് തന്നെയാണ്, ഈ ബിസിനസ് ഇത് തന്നെയാണ്. ഇത് കുറച്ച് നാളുകൊണ്ട് ഞങ്ങൾ നോക്കി നടക്കുന്ന വ്യക്തി കൂടിയാണിത് കേട്ടോ. ഇത് തന്നെയാണ് അയാളുടെ ബിസിനസ്.